ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെൻ അപ്ഡേറ്റ്സ്. ഡിഗ്രി, പി ജി വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് 2025 ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും, അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഒന്നാമതായിട്ട് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നോക്കാം. അതായത് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. പേര് പോലെ തന്നെ ഡിഗ്രി അതേപോലെ തന്നെ പി ജി കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതായത് നിലവിൽ 2025, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം 2024-25 അധ്യയന വർഷത്തേക്ക് ഒന്നാം വർഷം ഡിഗ്രി അല്ലെങ്കിൽ പി ജി വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. നമുക്ക് ഓരോന്നായിട്ട് കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് SC/ST വിഭാഗങ്ങൾക്ക് 10%, BPL 10%, OBC 27%, ഭിന്നശേഷി വിഭാഗം 3%, പൊതുവിഭാഗം ജനറൽ വിഭാഗം 50%. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്കോളർഷിപ്പിൻ്റെ കാറ്റഗറി. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കോളർഷിപ്പ് അതായത് സമർപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്ന് സ്കോളർഷിപ്പ് തിരഞ്ഞെടുക്കുന്നവരുടെ അന്തിമ ലിസ്റ്റ് കൗൺസിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ഓൾറെഡി അപേക്ഷ കൊടുക്കുന്ന വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും നോക്കാം. അതായത് നിലവിൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ബിസിനസ് സ്റ്റഡീസ് വിഷയങ്ങളിൽ കേരളത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എയ്ഡഡ് കോഴ്സുകൾക്ക് പഠിക്കുന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിലവിൽ ഒന്നാം വർഷ, അതായത് BCom, BBA, BSc സയൻസ് ഉൾപ്പെടെയുള്ള BA ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാ സബ്ജക്റ്റിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ എയ്ഡഡ് കോഴ്സുകൾക്കാണ്, ഈ പറയുന്ന എയ്ഡഡ് കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കാം. ഇനി അതോടൊപ്പം തന്നെ സമാനമായ കോഴ്സുകൾക്ക് IHRD അതേപോലെ അപ്ലൈഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നോർമലായിട്ടുള്ള ഡിഗ്രി അതേപോലെ തന്നെ PG കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പിൻ്റെ തുക നമുക്ക് നോക്കാം. അതായത് ഡിഗ്രി പഠനത്തിനാണെങ്കിൽ ഒന്നാം വർഷം 12,000 രൂപ, രണ്ടാം വർഷം 18,000, മൂന്നാം വർഷം 24,000, നാലാം വർഷം 40,000. അതായത് ഓൾറെഡി ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് 4 വർഷത്തെ ഡിഗ്രിയാണ്, അതുകൊണ്ട് നാലാം വർഷം 40,000 എന്ന രീതിയിലാണ് വരുന്നത്. ഇനി ബിരുദാനന്തര ബിരുദത്തിൽ PG വിഭാഗത്തിലാണെങ്കിൽ ഒന്നാം വർഷം 40,000, രണ്ടാം വർഷം 60,000 സ്കോളർഷിപ്പ് തുക ലഭിക്കുക. അപ്പോൾ നിലവിൽ ഒന്നാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ ഡേറ്റ് നോക്കുക. നിലവിൽ ഇന്ന് 15/2/2025 സ്റ്റാർട്ടായിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ മാർച്ച് 15 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. ഇനി അപേക്ഷിക്കുവാനുള്ള മിനിമം യോഗ്യത കൂടി നോക്കാം. ST വിഭാഗത്തിലാണെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും +2 ജസ്റ്റ് പാസ്സായാൽ മതി. ഇനി അതോടൊപ്പം തന്നെ SC വിഭാഗത്തിലാണ് സയൻസ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് 55%, ബിസിനസ് സ്റ്റഡീസ് ആണ് 60% മാർക്ക്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർ എല്ലാ വിഷയങ്ങൾക്കും 40%. BPL അല്ലെങ്കിൽ OBC വിഭാഗത്തിൽപ്പെട്ടവരാണ് സയൻസ് വിഭാഗത്തിൽ 60%, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് 55%, ബിസിനസ് സ്റ്റഡീസ് ആണ് 65% മാർക്ക് വേണ്ടത്. ഇനി ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് സയൻസ്, ബിസിനസ് സ്റ്റഡീസിൽ 75%, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് 60%. അപ്പോൾ നോർമലി ഏകദേശം 75% ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് +2 മാർക്കിൽ +2 വിഷയത്തിൽ പാസ്സാണ്. മറ്റു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ 45 മുതൽ ഏകദേശം 55-60 വരെയാണ് പെർസെൻറ്റേജ് വേണ്ടത്. അപ്പോൾ നോർമലി ഏകദേശം ഒരു നോർമൽ മാർക്കോട് പാസ്സായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഈ അക്കാഡമിക് ഇയറിൽ 1000 സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധ്യതയുള്ള വിദ്യാർത്ഥികൾ 1000-ഓളം സ്കോളർഷിപ്പുകളാണ് ഈ വർഷം മാത്രം ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് നൽകുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം വർഷം മാത്രം 12,000 രൂപ ലഭിക്കും, രണ്ടാം വർഷം 18,000, മൂന്നാം വർഷം 24,000 എന്നീ രീതിയിൽ ഒരു വലിയ തുക തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഈ വർഷം സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ വർഷങ്ങളിൽ സ്കോളർഷിപ്പ് നൽകുന്നത് അവിടെ അക്കാഡമിക് മികവ് വിലയിരുത്തിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നാം വർഷം സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് രണ്ടാം വർഷം സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ അവിടെ അക്കാഡമിക് മികവ് കൂടി നോക്കും. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് നോക്കാതെ തീരെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന, രണ്ടാം വർഷത്തിൽ തീരെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അവരുടെ സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നാം വർഷം സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് രണ്ടാം വർഷം സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ അവിടെ അക്കാഡമിക് മികവ് കൂടി നോക്കിയിട്ടായിരിക്കും ഈ കൗൺസിൽ സ്കോളർഷിപ്പ് തീരുമാനിക്കുക. ഈ ഒരു കാര്യം കൂടി പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കാം. അതായത്
scholarship.ksec.kerala.gov.in എന്നാണ് സ്കോളർഷിപ്പിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതായത് scholarship.ksec.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ 3 ബട്ടൺ കാണാൻ 3 ലൈന് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ലോഗിൻ എന്നുള്ള ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ, അതായത് സ്റ്റുഡൻറ്റ് ലോഗിൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ എന്നുള്ള 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ ഐഡിയും പാസ്വേഡ് ലഭിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും ഹോം പേജ് ഇവിടെ തന്നെ വന്നിട്ട് സ്റ്റുഡൻറ്റ് ലോഗിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കേണ്ടത്. അതിന് മുന്നോടിയായിട്ട് അപേക്ഷ സംബന്ധമായിട്ടുള്ള A to Z കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് സ്കോളർഷിപ്പിന് ഒഫീഷ്യൽ പേജിൽ തന്നെ കൊടുത്തുകൊണ്ട് അത് ലൈവായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഹോം പേജിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് യൂസർ മാനുവൽ, അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്കിവിടെ സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ മാനുവൽ ഫ്രഷ്, അതായത് ഈ വർഷത്തെ ആപ്ലിക്കേഷൻ മാനുവൽ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു പേജ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് A to Z അപേക്ഷ പേജ് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് അതായത് നെയിം, ആധാർ നമ്പർ, ഇമെയിൽ, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ്. അപ്പോൾ നിങ്ങൾ ആധാർ നമ്പർ കൈവശം ഉണ്ടായിരിക്കണം. സ്വന്തമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിലുള്ളൊരു സ്കോളർഷിപ്പാണ്. അതുകൊണ്ട് ഔട്ട്സൈഡ് പോയിട്ടൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് ഇനി മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ 2 ഡോക്യുമെൻറ്റ്സ് മാത്രം നിങ്ങൾ സ്കാൻ ചെയ്ത് PDF സെറ്റാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ രജിസ്ട്രേഷൻ ടൈപ്പ് നെയിം, ആധാർ നമ്പർ, ഇമെയിൽ, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ പാസ്വേഡ് എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. പലപ്പോഴും പറയുന്നത് നമ്മുടെ നെയിം ഫസ്റ്റ് ലെറ്റർ ക്യാപ്സിലോട്ട് കൊടുക്കുക. അപ്പോൾ നെയിം @123 എന്നുള്ളൊരു മോഡൽ ആ ഒരു രീതിയിൽ സ്കോളർഷിപ്പ് പാസ്വേഡ് സെറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ SMS ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിലും അതേപോലെ ഇമെയിലും വരും. അപ്പോൾ അവിടെ നമുക്ക് പാസ്വേഡ് വരും. ആ പാസ്വേഡും അതേപോലെ ഇമെയിലും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡൻറ്റ് ലോഗിനിൽ വന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടത് പ്രൊഫൈല്, ക്വാളിഫിക്കേഷൻസ്, അതേപോലെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ്, സബ്മിറ്റ് ആപ്ലിക്കേഷൻ, ഈ 4 ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് അതായത് ബേസിക് ആയിട്ടുള്ള പ്രൊഫൈൽ, അതിൽ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ്, പെർമനൻറ്റ് അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സ്, പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, കൃത്യമായിട്ട് നിങ്ങളുടെ പേരിൽ ബാങ്ക് ഡീറ്റെയിൽസ് നിർബന്ധമാണ്. സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള പ്രൊഫൈൽ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഐഡിയിലാണ്. സ്വാഭാവികം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ SLCയും +2ൻ്റെയും സ്കോളർഷിപ്പ് സർട്ടിഫിക്കറ്റാണ് ഇവിടെ മാർക്കാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി 200 KB താഴെയുള്ള നിങ്ങൾ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ SLC ബുക്കിൻ്റെ ഫോട്ടോ വളരെ ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്യുക. ക്യാം സ്കാനറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കാനറോ ആയി നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 200 KB തന്നെയാണ് വരിക. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ SLCയും അതേപോലെ തന്നെ +2ൻ്റെയും ഫോട്ടോ നിങ്ങൾ മൊബൈൽ ഫോണിൽ തന്നെ സ്കാൻ ചെയ്താൽ പിന്നെ ഔട്ട്സൈഡ് ചെയ്യാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ആ രീതിയിൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ലാസ്റ്റ് ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യം ഇവിടെ കാണാം. അവിടെ നിങ്ങൾ ഏറ്റവും താഴെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ മറ്റുള്ള ഡീറ്റെയിൽസ് കൂടി കൃത്യമായിട്ട് കൊടുക്കുന്നു. അതായത് ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ സബ്മിറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിവ്യൂ ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PDF കിട്ടും. ആ ഒരു PDF നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് ആ PDF പ്രിൻ്റ് എടുക്കുക. ഇനി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അതിനുശേഷം ആ PDFിൽ പറഞ്ഞ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് കൂടി എല്ലാ ഡോക്യുമെൻറ്റ്സും ഉൾപ്പെടെ നിങ്ങൾ ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പൽ ആ സൈഡ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യം 15-ാം തീയതിക്കുള്ളിൽ തന്നെ, മാർച്ച് 15-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൽ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ ഫോട്ടോ കോപ്പി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കോളേജിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് 3 ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് അതായത് രജിസ്ട്രേഷൻ ലോഗിൻ എന്നിവിടെ കാണാൻ സാധിക്കും. അവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ലോഗിൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് ഈ ഒരു ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഔട്ട്സൈഡ് പോയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുന്ന യാതൊരു ആവശ്യമില്ല.
എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് നിങ്ങൾ മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രിൻ്റ് ഔട്ട് മാത്രം നിങ്ങൾ പുറത്തുനിന്നെടുത്ത് നിങ്ങൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കോളേജിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്കോളർഷിപ്പിൽ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റും ഈ പറയുന്ന കൗൺസിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഏകദേശം മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ സെലക്ട് ചെയ്തവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണുവാനും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.